ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര എക്സൈറ്റിംഗ് ആൻഡ് യൂത്ത്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ളത് മലയാളികളുടെ യൂത്ത് ഐക്കോൺ, ഏതൊരു ആസ്പയറിംഗ് ആക്ടറിൻ്റെയും റോൾ മോഡൽ, ദ അമേസിംഗ് ആക്ടർ, നമ്മുടെ സ്വന്തം പൃഥ്വിരാജാണ്. പൃഥ്വി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ വിജയങ്ങളുടെ ഒരു തുടർച്ച എന്ന് പറയാൻ വേണമെങ്കിൽ എന്ന് നിൻ്റെ മൊയ്തീൻ, പിന്നെ അങ്ങനെ ഊഴം വരെ, ഇപ്പോൾ അതിലേക്ക് വേറൊരു സിനിമയും കൂടെ എത്തുകയാണ്, എസ്ര. അപ്പോൾ ഞങ്ങൾ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് പൃഥ്വിരാജിൻ്റെ സിനിമ എന്ന് പറഞ്ഞൊരു മിനിമം ഗ്യാരണ്ടി സിനിമയാണ്. ഞങ്ങൾ പോയാൽ അതിലെന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ എന്താണ് പൃഥ്വിരാജിന് ഇതിൽ എക്സൈറ്റ് ചെയ്ത ഒരു എലമെന്റ് എന്നാണ്? എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഞാനതിൽ വിശ്വസിക്കുന്ന ആളല്ല. ആക്ച്വലി എന്നെ വെച്ച സിനിമ ഞാൻ വരുന്ന പ്രൊഡ്യൂസേഴ്സിനോട് വരെ ഞാൻ പറയാറുണ്ട്, അതായത് എനിക്കിഷ്ടപ്പെടുന്ന സിനിമകൾ വർക്ക് ചെയ്യും, ഹിറ്റാകും എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഞാനൊരു സിനിമ ഏറ്റെടുത്താൽ ഞാൻ അതൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് ആക്കി തീർക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. അതിലും ഞാൻ എപ്പോഴും വിജയിക്കാറൊന്നുമില്ല, പക്ഷെ അതിലേക്കാണ് എൻ്റെ ശ്രമം മുഴുവൻ. എൻ്റെ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണേണ്ടത് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് വലിയ നിർബന്ധമുണ്ട്. എസ്ര അഗൈൻ എനിക്ക് ഇതൊരു ഈ ഒരു ഹൊറർ സിനിമ എന്നുള്ളതിൻ്റെ ഒരു പുതുമ ഉണ്ട്. പക്ഷെ ആക്ച്വലി എന്നെ അതിലേക്ക് ആകർഷിച്ചത് ആ പുതുമയല്ല, അതിന്റെ സ്ക്രിപ്റ്റും അതിന്റെ തിരക്കഥയും തന്നെയാണ്. ഓഫ്കോഴ്സ് ഇറ്റ്സ് എ ഹൊറർ ഫിലിം, പക്ഷേ ഒരു വലിയ കഥ പറയുന്ന സിനിമയാണ്. ഇറ്റ് ടോക്സ് അബൌട്ട് എ സ്റ്റോറി ദാറ്റ് ഓൾമോസ്റ്റ് സ്പാൻസ് എ ഹോൾ സെഞ്ചുറി. 1941 AD മുതൽ 2016 വരെയുള്ളൊരു ഒരു കഥയാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രിക്കേറ്റ്ലി വോൺ ആയിട്ടുള്ള പ്ലോട്ടും ഒരുപാട് സബ് പ്ലോട്ടുകളും അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഓഫ്കോഴ്സ് ദ USP ഇസ് ദാറ്റ് മലയാളത്തിൽ ഇങ്ങനൊരു ഇത്തരത്തിലൊരു ഹൊറർ സിനിമ വന്നിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഫിലിം മേക്കിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നതിന് ശേഷം മലയാളത്തിലൊരു ട്രൂ ബ്ലൂ ഹൊറർ ഫിലിം വന്നിട്ടില്ല. നമ്മളൊരു ഒരു ടൈം ലൈൻ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു മാസ്റ്റർ പീസ് ഹൊറർ ഫിലിം ക്രിയേഷൻ എന്ന് പറയുന്നത് മലയാളത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഭാർഗവി നിലയം, ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് ഫിലിം. പക്ഷെ അത് വേറൊരു കാലഘട്ടത്തിൽ അന്നത്തെ ഫിലിം മേക്കിങ്ങിൽ ചെയ്തതാണ്. അതിനുശേഷം മലയാളത്തിൽ എപ്പോഴൊക്കെ ഹൊറർ ഫിലിംസ് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഒരു ഹൊറർ കോമഡീസ് ആണ് മെയിൻലി സംഭവിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു ട്രൂ ബ്ലൂ എന്താ പറയുക, ഒരു വെസ്റ്റേൺ എസ്തെറ്റിക്സിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന തരത്തിലൊരു ഹൊറർ സിനിമ ആദ്യമായിട്ടാണ്. ഇനി ഇതിൻ്റെ സംവിധായകൻ രാജീവ് രവി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ ഇത് ഈ ഇടയ്ക്ക് കഥ പറഞ്ഞ് സംഭവിച്ചതാണോ അതോ? ജയകൃഷ്ണൻ ഞാൻ പരിചയപ്പെടുന്ന അൻവറിന്റെ ഷൂട്ടിംഗ് സമയത്താണ്. അൻവറിന്റെ പാട്ടെടുക്കാൻ ഞങ്ങൾ മണാലിയിൽ പോയപ്പോൾ നമ്മൾ പറഞ്ഞു അവിടുത്തെ ലൊക്കേഷൻസ് ഒക്കെ ശരിയാക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ജയകൃഷ്ണൻ. അന്ന് അവിടെ വെച്ചിട്ടാണ് ഞാൻ ജയകൃഷ്ണനെ പരിചയപ്പെടുന്നത്. കണ്ണിനിമ നീളെ എന്ന് പറഞ്ഞ പാട്ടിന്റെ ഷൂട്ടിംഗ് സമയത്ത്. അതിനുശേഷം കുറച്ചു കാലത്തിന് ശേഷമാണ് ജയകൃഷ്ണനോട് ഈ കഥ എന്ന് പറയുന്നത്. അപ്പൊ അന്നേ ഞാൻ ജയകൃഷ്ണനോട് പറഞ്ഞു എനിക്ക് കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ സമയം, എൻ്റെ ഡേറ്റ് വരുമ്പോൾ ഇത് കുറച്ച് വൈകും. ചിലപ്പോൾ ആ സമയത്തിനിടയിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ഒരു ഹൊറർ ഫിലിം അല്ലെങ്കിൽ ഒരു ജൂയിഷ് ബാക്ക്ഡ്രോപ്പിൽ ഒരു സിനിമയൊക്കെ ചെയ്താൽ നമ്മുടെ സിനിമ പഴയതായി പോകുന്നൊരു സംശയമുണ്ട്. സോ ഐ ടോൾഡ് ഹിം, ഐ മീൻ ഇഫ് യു വാണ്ട് ഗോ അഹെഡ് ആൻഡ് ഡു ഇറ്റ് വിത്ത് അനദർ ആക്ടർ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അന്ന് ജയകൃഷ്ണൻ പറഞ്ഞു, ഞാൻ ജയകൃഷ്ണൻ ഹാഡ് ഹിസ് ഓൺ ബോംബെയിലെ ആഡ് ഫിലിംസ് ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല, വിൽ സി, അങ്ങനെ നടക്കുമ്പോൾ നടക്കട്ടെ എന്നാണ് ജയകൃഷ്ണൻ പറഞ്ഞത്. ബട്ട് സർപ്രൈസിംഗ്ലി ഈ സിനിമ നമ്മൾ ചെയ്യുന്നത് വരെ അത്തരത്തിലൊരു സിനിമ അത് പെർട്ടിക്കുലർലി സർപ്രൈസിംഗ് ആണ്. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ജൂയിഷ് ബാക്ക്ഡ്രോപ്പ് ബേസ് ഒരു സിനിമ ചെയ്യണമെങ്കിൽ there are only two places possible. ഒന്ന് കേരളമാണ്, മറ്റൊന്ന് ഗോവ. ഗോവയേക്കാൾ ആക്ച്വലി കേരളത്തിലാണ്. കേരള ഹാഡ് എ വെരി റിച്ച് ട്രഡീഷൻ ഓഫ് ജൂയിഷ് സെറ്റിൽമെന്റ്. ആരും ഇന്ന് വരെ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസിങ്. ആൻഡ് വൺസ് യു സ്റ്റാർട്ട് റീഡിങ് അപ്പ്, എസ്ര കാണുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട് ആ ചരിത്രത്തെ കുറിച്ചും. അങ്ങനത്തെ അതിനെപ്പറ്റി ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. ഈ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ഇതിനകത്ത് ഈ ഏരിയയിൽ ഇനി എത്രയോ സിനിമകൾ ചെയ്യാൻ പറ്റുന്ന അതിനെപ്പറ്റി ഒരു സിനിമ പോലും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് സർപ്രൈസിങ്. ഐ എം ഗ്ലാഡ് ദാറ്റ് ദിസ് ചെയ്തു. പിന്നെ ഒരു ക്യൂരിയോസിറ്റി, ലൈക്ക് എസ്ര എന്ന് കേൾക്കുമ്പോൾ എന്താണ്, ഒരു പേരാണോ അതോ വേറെ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പോലെ ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും? നമ്മുടെ സിനിമയിലത്തെ ഒരു ക്യാരക്ടറിന്റെ നെയിമാണ് എബ്രഹാം എസ്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരാണ്. And of course it's a very significant character in the film. But I also believe that in Hebrew it means cry for help.
എസ്ര എന്നുള്ളത്. പേടിച്ച് പക്ഷേ വെറുതെ ഗൂഗിൾ നോക്കുമ്പോൾ എസ്ര വാസ് അങ്ങനെ കോമൺ അല്ലെങ്കിലും ഇറ്റ് വാസ് എ ഫെയർലി നോൺ നെയിം എസ്ര എന്നുള്ളത് ജൂയിഷ് ആൾക്കാരുടെ ഇടയിൽ എസ്ര പേരുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനി ഇതിലെ കഥാപാത്രം രഞ്ജൻ എന്നാണ് തോന്നുന്നു കഥാപാത്രത്തിന്റെ പേര്. ഞങ്ങൾ പാട്ട് കേട്ടു, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി കഥാപാത്രത്തെ കുറിച്ച് അപ്പൊ അതിൽ മനസ്സിലായത് ആ ഒരു പ്രണയത്തിന്റെ ഒരു കാര്യമല്ലാതെ എനിക്ക് തോന്നുന്നു ക്യാരക്ടറിനെ കുറിച്ച് ഒരുപാടൊന്നും പാട്ടിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. ബേസിക്കലി ഇതിന്റെ പ്ലോട്ടിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രൊട്ടാഗണിസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ആണ്. ഈ ഒരു യങ് കപ്പിൾ രഞ്ജനും പ്രിയയും, അവര് ഒരു റിലേറ്റീവ്ലി ന്യൂലി മാരിഡ് ആയിട്ടുള്ള ഒരു യങ് കപ്പിൾ. ഇയാള് ബോംബെയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഇയാൾക്കൊരു കമ്പനി ട്രാൻസ്ഫർ കാരണം കൊച്ചിയിൽ വരേണ്ടി വരുന്ന ഒരാളാണ്. സോ ബേസിക്കലി ഈ പ്ലോട്ടിൽ രണ്ട് ഔട്ട്സൈഡേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന പോലാണ് ഇതിലെ നായകനും നായികയുടെയും കഥയിലെ പ്ലേസ്. അവരാണ് അതിലേക്ക് പുതിയതായിട്ട് ആൻഡ് ഹൗ ദിസ് ഈ പാരനോർമൽ പ്രസൻസ് എങ്ങനെ ഇവരുടെ ലൈഫിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതും ആൻഡ് അതൊക്കെയാണ് അതിന്റെ കഥ. ഓഫ് കോഴ്സ് ആൻഡ് there are twists and turns and all that സിനിമ കാണുമ്പോൾ. അപ്പോൾ കോ ആക്ടേഴ്സ് പ്രിയ ആനന്ദ്, പ്രതാപ് പോത്തൻ സാറ്, ബാബു ആന്റണി, ടൊവിനോ, എങ്ങനെയാണ്? സുജിത് എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ട്. നമുക്ക് we had a little bit of a challenge casting the female lead. കാരണം ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഓവർലി ഫെമിലിയർ ആയ ഒരാള് ചെയ്താൽ ചിലപ്പോ നന്നാവൂന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് മുന്നേ ഒരു സ്ഥിരമായി കാണുന്ന ഒരു മുഖം ആണെങ്കിൽ വർക്ക് ആകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഒരു അൺനോൺ ഫാക്ടർ ഉള്ള ഒരാൾ കിട്ടിയാൽ നല്ലതായിരുന്നു. സോ ഫസ്റ്റ് വീക്ക് ഒരുപാട് പുതിയ ആൾക്കാരെയൊക്കെ നോക്കി, പക്ഷെ വി കുഡന്റ് ഫൈൻഡ് സംബഡി ഹൂ സാറ്റ് വെൽ വിത്ത് ദ ക്യാരക്ടർ. എന്നിട്ട് പിന്നെ ഒരു സമയത്താണ് എന്നോട് ജയകൃഷ്ണൻ പ്രിയയുടെ കാര്യം പറയുന്നത്. So then I watched English and then I watched a film called Fukri. അപ്പോൾ അത് രണ്ടും കണ്ടപ്പോൾ എനിക്ക് I thought she was doing a great job. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. And then of course Tovino is making അതൊരു ഫ്രണ്ട്ലി അപ്പിയറൻസ് ആണെന്ന് ഞാൻ എടുത്ത് പറയണം. കാരണം ടൊവിനോ ഇപ്പോൾ ഒരു വലിയൊരു അക്സെപ്റ്റബിലിറ്റി ഉള്ള ഒരു സ്റ്റാർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് വന്ന് ഈ ചെറിയ വേഷം ചെയ്തത് ആക്ച്വലി സിനിമയ്ക്കാണ് ഗുണം, ടൊവിനോയ്ക്കല്ല. വിജയരാഘവൻ ചേട്ടനൊരു വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഉണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് സുജിത്ത് എന്ന് പറഞ്ഞൊരു ആക്ടറാണ്. സുജിത്ത് നമ്മുടെ ഐ തിങ്ക് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക മഹേഷിന്റെ പ്രതികാരത്തിലെ വില്ലൻ എന്ന് പറയുമ്പോഴാണ് സുജിത്താണ്. ദെൻ ബാബു എന്ന ചേട്ടൻ നെവർ ബിഫോർ സീൻ, ഇതിനു മുമ്പ് അദ്ദേഹത്തെ അങ്ങനെ ഒരു അപ്പിയറൻസിലൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. സുദേവ് ആണ് ഒരു, ദെൻ രജത് ദബോൽക്കർ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇതിലെ വിഷ്വൽസ് ഒക്കെ ഒരു ഹോളിവുഡ് സിനിമ പോലെയാണ് എന്നൊക്കെ ഒരുപാട് സ്ഥലത്ത് വായിച്ചു. അപ്പോൾ എന്താണ് ക്യാമറാമാൻ്റെ ഒരു പ്രൂവ്ഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, എന്നാൽ കൂടെ എന്താണ്? സുജിത്ത് നന്നായിട്ട് ലൈറ്റപ്പ് ചെയ്യും, ഇപ്പൊ എല്ലാവർക്കും അറിയാം. നല്ല ക്യാമറമാനേഴ്സ്, സംവിധായകനാണെന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരു മോസ്റ്റ് വാണ്ടഡ് സിനിമാറ്റോഗ്രാഫേഴ്സിൽ ഒരാളാണ് സുജിത്ത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു സിനിമാറ്റോഗ്രാഫറിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു ഡയറക്ടറിന്റെ വിഷനെ എക്സിക്യൂട്ട് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ സുജിത്ത് ഒരു റിപ്പീറ്റഡ്ലി സക്സസ്ഫുൾ ആയിരുന്നു. എൻ്റെ തന്നെ സിനിമകളിൽ ഇപ്പോൾ അമർ അക്ബർ ആന്റണി ആണെങ്കിലും അനാർക്കലി ആണെങ്കിലും സുജിത്തിൻ്റെ തന്നെ ജെയിംസ് ഡാലസ് ആണെങ്കിലും സിറ്റി ഓഫ് ഗോഡ് ലിജോയിൻ്റെ അത്തരത്തിൽ ഒരുപാട് പടങ്ങളിൽ അത് സുജിത്ത് വീണ്ടും വീണ്ടും അതിന് കഴിവുള്ളൊരു സിനിമാറ്റോഗ്രാഫറാണ്. ഡയറക്ടറിൻ്റെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ എൻഹാൻസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള സിനിമാറ്റോഗ്രാഫർ ആണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചാണ്. സെയിം വേ ഈ സിനിമയിലും ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കുകയും ഈ സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കുകയും, ഒരു ഹൊറർ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ചാലഞ്ചിങ് ആണ്, ഈ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടറിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷെ അവിടെ എല്ലാം ഞാൻ അഗെയിൻ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന വാക്ക് ഡയറക്ടറിന്റെ വിഷൻ എന്നുള്ളതാണ്. ആ വിഷൻ വേണം, മനസ്സിലായില്ലേ? ദാറ്റ് ഹാസ് ടു ബി എ വിഷൻ, ക്ലിയർ ആയിട്ട് എല്ലാ ടെക്നീഷ്യൻസിലേക്കും എത്തിക്കുന്ന ഒരു ഡയറക്ടേഴ്സ് വിഷൻ വേണം. അതുണ്ട് ജയകൃഷ്ണൻ, അത് വളരെ ഫുൾ ക്ലാരിറ്റിയിൽ അതുണ്ട്. സോ അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ വെരി വെൽ ഷോട്ട്, നന്നായിട്ട് എടുത്തിട്ടുള്ള. തിയേറ്ററിൽ നിങ്ങൾ ആ ഒരു ഇരുട്ടിലിരുന്ന് കാണുമ്പോൾ ഇറ്റ് വിൽ ബി, ഐ സ്ട്രോങ്ലി ബിലീവ് ഫ്രം ദ ഫസ്റ്റ് ഷോട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് സമ്മാനിക്കുന്ന. അതെ,
നല്ല പാട്ടുകളാണ്. രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെന്ന് തോന്നുന്നു, രാഹുൽ രാജും സുഷിൻ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ പാട്ടിലൊക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ? കണ്ടിട്ട് നല്ലതാണ് ചീത്തയാണെന്നൊക്കെ പറയുന്നത്. ഇല്ല, ഈ സ്ക്രാച്ച് ട്യൂൺസ് വരുമ്പോ രാഹുല് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ലൈലാഗമേ ഓഫ്കോഴ്സ് ഫസ്റ്റ് കേട്ടപ്പോ തന്നെ എല്ലാവരും, ഞാൻ ആദ്യത്തെ സ്ക്രാച്ച് കേട്ടപ്പോ ഞാൻ ആദ്യം നിന്റെ സ്ക്രാച്ച് ട്യൂൺ കേൾക്കുന്നത് ജയേഷിന്റെ ഫോണിൽ എന്റെ ക്യാരോണിൽ ഇരുന്നിട്ട് ഞാൻ ജയേഷിനോട് പറഞ്ഞാണ്, ഇതൊരു ഡീസന്റ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ സോങ് ഭയങ്കര ഹിറ്റ് ആവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. റിയലി കോട്ട് ഓൺ. സുഷിൻ ചെയ്ത രണ്ട് പാട്ടുകൾ, അത് രണ്ടും അതിന്റെ ഒരു ഹൗ ഗുഡ് ദോസ് സോങ്സ് ആർ എന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ സിനിമ കാണണം. വെരി വെൽ ഡൺ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സുഷിനാണ് ചെയ്തിരിക്കുന്നത്. വെരി വെൽ ഡൺ. ഒരു വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. മെയിൻലി ലൊക്കേഷൻസ് ഫോർട്ട് കൊച്ചിൻ ആൻഡ് ബോംബെ ആൻഡ് പൂന, ഈ 3 സ്ഥലങ്ങളിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് എന്തൊക്കെയോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ കേട്ടു. ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണോ പൃഥ്വിരാജ്? നോട്ട് റിയലി. എനിക്ക് ഇതിൽ അങ്ങനെ വലിയൊരു വിശ്വാസമില്ല. ഇത് വിശ്വസിക്കുന്നവരെ കളിയാക്കുകയല്ല ഞാൻ. എനിക്കിതൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് കേൾക്കുമ്പോൾ ഒരു തമാശ. ഈ ഗോസിപ്പ് അങ്ങനെ നമ്മൾ മാഗസിൻസിലൊക്കെ വായിക്കുമല്ലോ, അപ്പോൾ ഹീറോയിൻ പോയിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചു. അല്ല, ഞാൻ ആക്ച്വലി ഈ സോ കോൾഡ് ഇതിന്റെ ഫസ്റ്റ് ഇൻസിഡന്റ് നടന്നെന്ന് പറഞ്ഞ ദിവസം ഞാനില്ലായിരുന്നു ലൊക്കേഷനിൽ. അപ്പൊ നെക്സ്റ്റ് ഡേ ഞാൻ പോയപ്പോൾ ഇത് എന്നോട് എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി ആണ് വരുന്നത്. പക്ഷെ പറയുന്ന ആൾക്കാരുടെ മുഖത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ശരിക്കും സിൻസിയർ ആയിട്ട് പേടിച്ചിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ എന്താ, എനിക്ക് പിന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ ഈ അഭിപ്രായം, ഫസ്റ്റ് പാരനോർമൽ എക്സ്പീരിയൻസ് ഐ ഹാവ് മൈ ചേഞ്ച് ഇറ്റ്. പക്ഷെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇസ്രയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി പൃഥ്വി ഇന്നലെ ലാൻഡ് ചെയ്തേ ഉള്ളൂ അല്ലേ? ഇന്നലെ ലാൻഡ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ രാവിലെ വന്നിട്ട് പറയുന്നത് മുഴുവൻ ആക്ച്വലി മോളെ കുറിച്ചിട്ടാണ്. കുറച്ച് സമയം കിട്ടുമ്പോൾ ഒരു അച്ഛനല്ലേ ഒരു മോളുടെ അടുത്ത് ഇരിക്കാൻ നിങ്ങൾ സമ്മതിക്കേണ്ടതെന്നൊക്കെയാണ്. എന്താണ് അപ്പൊ അലങ്കൃതയുടെ വിശേഷങ്ങൾ? ഞങ്ങൾക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞങ്ങളാകെ എനിക്ക് തോന്നുന്നു ഒരു കവർ പേജ് അങ്ങനെ എന്തോ മാത്രമേ കണ്ടിട്ടുള്ളൂ. സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഞാൻ എന്റെ കുറെ സിനിമകൾ അടുപ്പിച്ചടുപ്പിച്ച് കേരളത്തിന് വെളിയിലായിരുന്നു. അപ്പൊ ഈ ഫേസ് ടൈം സ്കൈപ്പ് ഒക്കെ ആണ് കൂടുതലും. അപ്പൊ ഈ വല്ലപ്പോഴും കൊച്ചിയിലുള്ളപ്പോ ഒബ്വിയസ്ലി ആദ്യം തോന്നുക വീട്ടിൽ പോകണം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ അതും പറ്റുന്നില്ല. അച്ഛന് സ്ക്രീനിലൊക്കെ കണ്ട് മനസ്സിലായൊക്കെ തുടങ്ങി. പിന്നെ എന്റെ കുഴപ്പം എന്താ വെച്ചാൽ എല്ലാ ദിവസവും അവള് ഉറക്കമണിക്കുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും ജോലിക്ക്. ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോ അവള് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഈ കാണുന്നത് വളരെ കുറച്ചാണ്. അതാണ്. അപ്പൊ അത് കാരണം ഇപ്പൊ സംസാരിച്ചൊക്കെ തുടങ്ങി അച്ഛമ്മ എന്നൊക്കെ വിളിച്ചു. അതെ. പിന്നെ ഇനി വാലന്റൈൻസ് ഡേ ആണ് വരാൻ പോകുന്നത്. അപ്പം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു സമയത്തൊക്കെ ഒരുപാട് ആരാധകർ, ഐ മീൻ ഒരു പ്രണയം അഭ്യർത്ഥനയൊക്കെ ഒരുപാട് നടത്തിയിട്ടുള്ള ഒരാളായിരിക്കും ഇപ്പൊ അല്ലേ? ഇതുവരെ ആരും ഇതുവരെ നല്ല അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ചാക്കോച്ചനൊക്കെ അങ്ങനൊന്നും എനിക്കങ്ങനെ പേടിച്ചിട്ടാവും ചിലപ്പോ. അപ്പൊ ഇപ്പൊ പ്രണയിക്കുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാനങ്ങനെ പ്രണയത്തിൽ അഡ്വൈസ് കൊടുക്കാൻ അങ്ങനെ ഒരു ഭയങ്കര അങ്ങനെയല്ല, പ്രണയത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലതാണ്. ഓഫ് കോഴ്സ്, ഐ മീൻ ബീയിങ് ഇൻ ലവ് ഇസ് എ ഗ്രേറ്റ് തിങ്. പ്രണയിച്ച് മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ബീയിങ് ഇൻ ലവ് ഇസ് എ ഗ്രേറ്റ് തിങ്. അതിൽ സന്തോഷം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഹാർട്ട് ബ്രേക്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി എസെൻഷ്യൽ പാർട്ട് ഓഫ് വൺസ് ലൈഫ്. ഒരു പ്രണയമെങ്കിലും ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഒരു എസെൻഷ്യൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എൻ്റെ വിശ്വാസമാണ്. അത് ശരിയോ തെറ്റോ ആകാം. ആൻഡ് ഐ മീൻ as far as I am concerned, the best thing to happen is to be able to fall in love with your best friend. ശരിക്കും എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ കൂടെ ഒരു 2-3 വർഷത്തിൽ കൂടുതലായിട്ട് ഉള്ള ഒരു മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒരു മാറ്റം തോന്നുന്നുണ്ട്. ഇതിൽ സുപ്രിയയ്ക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? അത് കാണുമായിരിക്കും. ഐ ആം ഷുവർ. എനിക്കറിയില്ല, നമുക്കിങ്ങനെ കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഓക്കെ, ഇതാണ് നമ്മളെ ഇങ്ങനെ മാറ്റുന്നത്, അത് അറിയില്ലല്ലോ. അഫ്കോഴ്സ് ഗ്രാജുവലി എല്ലാവരും ഒരു നോർമൽ ഒരു എവല്യൂഷൻ ഉണ്ടാവും. പ്രായം കൂടുമ്പോൾ, ലോകപരിചയം കൂടുമ്പോൾ ഓരോ മനുഷ്യർക്കും മാറ്റങ്ങളുണ്ടാവും. അതുണ്ടായിട്ടുണ്ടാകും. ഞാനൊരു കാമുകനായതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരു ഭർത്താവായതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഒരു അച്ഛനായതിൻ്റെ. അതെനിക്കറിയില്ല. ഐ എം ഷുവർ ഞാൻ മാറിയിട്ടുണ്ടാവും, ഇനി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും.
ഇനി എൻ്റെ മകളുടെ ലൈഫിലെ ഓരോ സ്റ്റേജസും എന്നിൽ വേറെ വേറെ മാറ്റങ്ങൾ വരുത്തുമായിരിക്കും, അറിയില്ല. ഒരു സ്റ്റാർ ഫാമിലി അല്ലേ ഇപ്പം? ഇന്ദ്രജിത്ത് ആണെങ്കിലും പൂർണിമ, ഇവൻ സുപ്രിയ, എല്ലാവരും വളരെ തിരക്കുള്ള ആൾക്കാരാണ്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടും. എൻ്റെ ഭാര്യ ഒരു ജേർണലിസ്റ്റ് ആണ്. അതെ, അതും ഒരു ബിസി, പക്ഷെ ഇപ്പൊ വർക്ക് അതാണ് ഞാൻ. അപ്പൊ എല്ലാവരും ഒരു ബിസി ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതൊക്കെ യൂഷ്വലി എപ്പോഴാണ്? അങ്ങനെ വളരെ വല്ലപ്പോഴേ സമയം കിട്ടാറുള്ളൂ. അമ്മ ഈസ് ഓൾസോ റിയലി ബിസി അല്ലേ, ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട്? പക്ഷേ ഷീ ഈസ് സ്ലോയിങ് ഡൗൺ നൗ, താങ്ക്ഫുള്ളി. ഇപ്പോൾ why is that? അല്ല, ഐ മീൻ അറ്റ് വൺ ഒരു 2-3 ഇയേഴ്സ് മുമ്പ് ഇറ്റ് വാസ് ടൂ മച്ച് ആയി തോട്ട്. അതായത് ഞാൻ ദോഹയിൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ദെൻ ഷീ കംസ് ബാക്ക് അറ്റ് 11 രാത്രി 11 മണിക്ക്. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിന്, ഐ മീൻ അതെ അത്. സോ നൗ ഷീ ഈസ് സ്ലോയിങ് ഡൗൺ, വിച്ച് ഇസ് ഗുഡ്. പക്ഷേ ഈ പറഞ്ഞാൽ എന്നാലും ഈ നമ്മുടെ ഈ ജോലിയുടെ ഒരു സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്തുണ്ടാവുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പൊ അത് വല്ലപ്പോഴും ഒക്കെ സംഭവിക്കുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്ത് തന്നെ നടക്കണം, അല്ലാതെ യാദൃശ്ചികമായി പ്ലാൻ ചെയ്താലും ചിലപ്പോൾ നടക്കില്ല. കാരണം നമ്മൾ ഓക്കെ അടുത്ത മാസം ഇത്രാം തീയതി നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അപ്പോഴായിരിക്കും വന്ന് പറയുന്നത് സാർ ആ മറ്റേ ആക്ടർ ഈ ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ലൊക്കേഷൻ. ഈ നായക നടനായിട്ട് അഭിനയിക്കുന്നതിന്റെ കുഴപ്പം ഇതാണ്. കാരണം നമ്മളുടെ ഡേറ്റ് വെച്ചിട്ടാണ് വേറെ, ഐ മീൻ യു ഹാവ് ടു അഡ്ജസ്റ്റ് ഫോർ എവ്രി വൺ എൽസ്. ഒരു സിനിമയിൽ ഒരു 4 ദിവസം മാത്രം അഭിനയിക്കുന്ന ഒരാള്, അയാൾ ആ 4 ദിവസം എപ്പോൾ തരുന്നു അപ്പോഴും ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നായകൻ അങ്ങനല്ലോ, സിനിമ തുടങ്ങി തീരുന്നവരെ എന്നുള്ളതാണ്. അപ്പോൾ അത് അതുകൊണ്ട് മിക്കപ്പോഴും അങ്ങനെ പ്ലാൻസ് ഉണ്ടാക്കിയാലും ലാസ്റ്റ് മൊമെന്റ് എന്തെങ്കിലുമൊക്കെ വന്ന്. ഇനി ഒരു ആസ് എ പേഴ്സൺ കുറേ യാത്രകൾ, പിന്നെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഞാൻ എവിടെയോ വായിച്ചു ലക്ഷൂറിയസ് കാസിനോടൊരു ഇഷ്ടമുണ്ട്. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇഷ്ടമാണ്. എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൽ നല്ല വണ്ടികൾ വാങ്ങിക്കാറുണ്ട്. So what is your car now? Right now I have a Porsche. Yeah. Okay. And your watch? What I'm wearing? Yeah. There's a Hublot. Just എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. Definitely. Okay. പിന്നെ ഇനി അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഞാൻ ഇപ്പോൾ ഐ ജസ്റ്റ് ഫിനിഷ് ഷൂട്ടിംഗ് ഫോർ ടിയാൻ. അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു. സോ ഭയങ്കര എക്സ്റ്റെൻസീവ് ഷെഡ്യൂളായിരുന്നു. നമ്മൾ മൾട്ടിപ്പിൾ ഷെഡ്യൂൾസ് ആയിട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് 7 to 8 months ഷൂട്ടിംഗ് പോയ സിനിമയാണ്. ഇറ്റ്സ് എ ബിഗ് ഫിലിം. അതിന്റെ ഷൂട്ട് ഇപ്പോൾ പാക്കപ്പായി. ഞാൻ അടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നത് വിമാനം എന്ന് പറഞ്ഞ സിനിമയാണ്. ഓക്കെ. ഇനി ഞങ്ങളൊരു ഡയറക്ടറെ കൂടെ കാണാൻ പോവാണല്ലോ, പൃഥ്വി ആസ് എ ഡയറക്ടർ. അപ്പോൾ എന്താണ് അതിന്റെ എപ്പോഴേക്ക് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം? വൈകും. ഈ വർഷം ഓബ്വിയസ്ലി എന്റെ ജോലികൾ, അതായിട്ടുള്ള ആക്ടർ ഡയറക്ടറാണ്, പിന്നെ ഏറ്റവും തിരക്കുള്ള ഒരു ആക്ടറാണ് അതിൽ അഭിനയിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം കൂടെ അതെ. ഈ വർഷം എന്റെ ജോലികൾ തുടങ്ങും, ഓബ്വിയസ്ലി തുടങ്ങണം. ഷൂട്ടിംഗ് അടുത്ത വർഷമാവും. അപ്പൊ ഇനി എസ്ര കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാൻ? എസ്ര ഒരു ഹൊറർ ഫിലിമാണ് ഡെഫിനറ്റ്ലി. അത് തന്നെയാണ് സിനിമയുടെ USPയും, അതാണ് ആ സിനിമയുടെ ജോണറും. പക്ഷെ കഴിയുമെങ്കിൽ തിയേറ്ററിൽ കയറുമ്പോൾ അത് മറന്നിട്ട് ഒരു സിനിമയായിട്ട് കാണണം. എന്നാലേ അത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയപ്പെടുത്തുന്ന മൊമെന്റ്സും ഭയപ്പെടുന്ന സീനുകളൊക്കെ ഉണ്ടാവും സിനിമയിൽ. പക്ഷെ അതിനു വേണ്ടി കാണരുത്. അതിങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന് കാണാതിരിക്കാൻ പറ്റിയാൽ ഐ തിങ്ക് യു വിൽ എൻജോയ് ദ ഫിലിം മോർ. ഒരു ഡെഫിനറ്റ്ലി ഓൾ പുട്ട് ടുഗെദർ, വിഷ്വൽ ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും തീം ആണെങ്കിലും നറേഷൻ്റെ രീതിയാണെങ്കിലും ഓൾ പുട്ട് ടുഗെദർ ഒരു പുതിയ സിനിമാറ്റിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് സിനിമയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് പ്രയത്നിച്ചിരിക്കുന്നത്. അതിൽ കുറച്ചെങ്കിലും ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഐ ഹോപ്പ് യു വിൽ എൻജോയ് ദ ഫിലിം. അപ്പോൾ ഏതായാലും എസ്ര ഒരു വലിയ വിജയമാവട്ടെ, ഇനി വരുന്ന സിനിമകളും വലിയ വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ടൈം. ഇനി വേഗം അലങ്കൃതയുടെ അടുത്തിരി. തീർച്ചയായിട്ടും.